Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. തൊഴിലാളി വർഗത്തിന്റെ വിജയഗാഥ വിളിച്ചോതി അങ്കമാലിയിൽ മെയ് ദിന ആചരണം നടന്നു. ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകളിൽപ്പെട്ട നിരവധി പേർ റാലിയിലും സമ്മേളനത്തിലും അണിചേർന്നു. ലോക സമ്പദ്ഘടനയെ ചലിപ്പിക്കുന്നവരാണ് തൊഴിലാളികൾ. സമ്പന്നർ എത്ര പണം ചെലവഴിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചാലും അത് മുന്നോട്ടു പോകണമെങ്കിൽ തൊഴിലാളികൾ വേണം. അതേസമയം തൊഴിലാളിയെ അടിമയെന്ന നിലയിൽ മാത്രമാണ് മുതലാളിത്വം കണ്ടുവന്നിരുന്നത് 1886 വരെ. അന്ന് ചരിത്ര പ്രസിദ്ധമായ ചിക്കാഗോ പോരാട്ടത്തിൽ പങ്കെടുത്ത് തൂക്കുമരത്തിലേറും മുൻപ് ആഗസ്റ്റ് സ്പൈസ് എന്ന തൊഴിലാളി പറഞ്ഞത് ഇങ്ങനെ: ഇന്ന് നിങ്ങൾ എന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലും, പക്ഷേ നിങ്ങളുടെ ശബ്ദത്തേക്കാൾ ഞങ്ങളുടെ നിശബ്ദതയ്ക്ക് ശക്തിയേറുന്ന ഒരു കാലം വരും. ഈ വാചകങ്ങളിലാണ് മെയ് ദിനത്തിന്റെ കരുത്ത്. 1889 പാരീസിൽ നടന്ന രാജ്യാന്തര സോഷ്യലിസ്റ്റ് കോൺഗ്രസിലാണ് മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 136 വർഷം പിന്നിടുമ്പോൾ ലോകമഹായുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും ഏറെയുണ്ടായിട്ടും തൊഴിലാളി ഐക്യം എന്നത് ഇന്നും തകരാതെ മുന്നോട്ടു പോവുകയാണ്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ സംഭാവന പകരം വയ്ക്കാനാകാത്തതു തന്നെയാണ്. ഈ ഒരു ശക്തി വിളിച്ചോതുന്നതായിരുന്നു അങ്കമാലിയിൽ നടന്ന മെയ് ദിന ആഘോഷം. ദിനാചരണ പരിപാടിയിൽ എല്ലാ വർഷവും പങ്കെടുക്കാറുള്ള INTUC യൂണിയൻ ഈ വർഷം മാറി നിന്നു എങ്കിലും തൊഴിലാളി ഐക്യത്തിന്റെ ചൂടാറിയില്ല. അങ്കമാലി TB ജംഗ്ഷനിൽ നിന്ന് മെയ് ദിന റാലി ആരംഭിച്ചു. ടൗൺ ചുറ്റി നടന്ന റാലി KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് MB സെമന്തഭദ്രൻ ഉദ്ഘാടനം ചെയ്തു. 8 മണിക്കൂർ വിശ്രമം ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ നടത്തിയ കൂട്ടായ്മയ്ക്ക് നേരെ നിഷ്ഠൂരമായ വിധത്തിൽ അന്നത്തെ ഭരണവർഗം മുഖതോക്ക് വെച്ചതിൻ്റെ ഓർമ്മയാണ് മെയ് 1 മെയ് ദിനമായി ലോക തൊഴിലാളി വർഗം ആചരിക്കുന്നത്. മെയ് 1 മെയ് ദിനമായി പ്രഖ്യാപിക്കുന്നത് എൻഗൽസാണ്. എന്നാൽ മെയ് ദിനം കൂടിയ ഒഴിവു ദിനമായി പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ ചിന്താഗതിക്കാരോ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളോ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രവർത്തകരോ അല്ല. നമ്മൾ ഏറ്റവും ശക്തമായി പോരാടുന്ന ഫാസിസത്തിന്റെ വക്താവായ അഡോൾഫ് ഹിറ്റ്ലറാണ് ഈ ദിനം കൂടിയ ഒഴിവു ദിനമായി പ്രഖ്യാപിച്ചത്. ഹിറ്റ്ലർ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് നമുക്കെല്ലാം കൃത്യമായിട്ട് ബോധ്യമാവും. കള്ളപ്രചാരണം നടത്തി ജർമ്മൻ പാർലമെന്റിൽ അധികാരത്തിനാൻ വേണ്ടി ശ്രമം നടക്കുമ്പോൾ അധ്വാനിക്കുന്ന വർഗത്തെ തനിക്കൊപ്പം നിർത്താൻ എന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ്, ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് മെയ് ദിനം കൂടിയുള്ള ഒഴിവു ദിനമായി പ്രഖ്യാപിച്ചത്. ഫാസിസ്റ്റിന്റെ ലക്ഷ്യം നേടി ഇതിന് ശേഷം അവിടെ നടന്ന സംഗതി നമുക്കറിയാം. തൊഴിലാളിവർഗത്തിന്റെ പിന്തുണ നേടി അതിന് വിശ്വാസത്തിലെടുത്ത് അത് വോട്ടാക്കി മാറ്റി അധികാരത്തിന് ശേഷം ആ തൊഴിലാളി വർഗത്തെ ഒന്നൊന്നായി കശാപ്പ് ചെയ്യുക എന്ന നടപടിയിലേക്കാണ് പിന്നീട് ഹിറ്റ്ലർ മാറിയത്. അവിടുത്തെ തൊഴിലാളി വർഗ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന റോസ ലുക്സംബർഗിനെ അടക്കം ജർമ്മൻ പാർലമെന്റിൽ തീയിട്ടു എന്ന കള്ളപ്രചരണം നടത്തി ഭീകരമായി കൊലപ്പെടുത്തി തൊഴിലാളികളെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചും അതെല്ലാം കൊലപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ലോകത്താകെ തൊഴിലാളി വർഗം ഇന്ന് മെയ് ദിനം ആചരിക്കുന്നു. ഇവിടെ സ്വാഗത പ്രസംഗം ചൂണ്ടിക്കാണിച്ച പോലുള്ള സാമ്രാജ്യത്തിന് ഭീഷണിയും ഫാസിസത്തിന് ഭീഷണിയും ഡെമോക്രസിന്റെ വാഴ പോലും നമുക്ക് കടയിൽ തൂങ്ങി കിടക്കുകയാണ്. ലോകമാകെ സാമ്രാജ്യാധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1856 ശേഷം ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നമുക്കറിയാം.
1917 ലോകത്തിലാദ്യമായി സോഷ്യലിസ്റ്റ് ജന്മം കൊടുക്കാൻ കഴിഞ്ഞത് സോവിയറ്റ് യൂണിയനാണ്. അല്ല, ചരിത്രത്തിന്റെ ഭാഗമാണ്. 1945 കൂടി ലോകം 2 ശാക്തിക ചേരികളായി മാറിയതും ചരിത്രത്തിനൊപ്പം വായിച്ച് നമുക്ക് കാണാൻ കഴിയും. സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന സാമ്രാജ്യ ചേരിയും സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുക്കുന്ന സോഷ്യലിസ്റ്റ് ചേരിയും എന്ന ലോകം ആ യുദ്ധത്തിന് ശേഷം 2ആയി വേർതിരിയുണ്ടായി. AITUC മണ്ഡലം സെക്രട്ടറി PK ബിജു അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KK ഷിബു, CK സലിംകുമാർ, LDF നേതാക്കളായ KP രജീഷ്, M മുകേഷ്, മാത്യൂസ് കോലഞ്ചേരി, സജി വർഗീസ്, ദേവസിക്കുട്ടി പൈനാടത്ത്, ജിമ്മി ജോർജ്, TY ഏലിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.